ആലുവയിൽ വൻ ലഹരി വേട്ട നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 50 ലക്ഷം രൂപ വിലമതിക്കുന്ന 158 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഉമേഷ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷിനെ സംബന്ധിച്ച് വാർത്തകളുടെ പെരുമഴയാണ്. വാർത്തകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇതര സംസ്ഥാന തൊഴിലാളി 50 ലക്ഷം രൂപയുടെ മയക്കുമരുന്നുമായി ഹെറോയിനുമായി പിടിയിലായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? മനു, ഇത് ആലുവയിൽ വെച്ചാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയത്. ഇന്നലെ രാത്രി വൈകിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ എക്സൈസിൻ്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവ്, ഓണത്തോടനുബന്ധിച്ച് ഇങ്ങനെ മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ അത് തടയുക ലക്ഷ്യമിട്ട് വളരെ വിശദമായ പരിശോധനകൾ എക്സൈസ് കർശനമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ്, ആ സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലെ വളരെ വിശദമായ പരിശോധന നടത്തിയത്. ആലുവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഈ പരിശോധനയ്ക്കിടെയാണ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് നിന്ന് 158 ഗ്രാം ഹെറോയിനുമായി ഒരു അസം സ്വദേശിയെ പിടികൂടുന്നത്. ഇത് വിൽപ്പന ലക്ഷ്യമിട്ട് ഇയാൾ ഇവിടെ കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അസമിലെ നഗോൺ ജില്ലയിൽ പെട്ട മക്ബുൾ ഹുസൈൻ സഹിറുൽ ഇസ്ലാം എന്ന് പറയുന്നയാളെയാണ് ഈ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 158 ഗ്രാം ഹെറോയിൻ പിടികൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ മയക്കുമരുന്നിന് വിപണിയിൽ ഇത് ഏകദേശം 50 ലക്ഷം രൂപ വിലമതിക്കും എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. ഇത് ഇയാൾ ഓരോ ചെറിയ കുപ്പിക്ക് 2000 മുതൽ 3000 രൂപ വരെ ഒക്കെ ഈടാക്കിയാണ് ഇത് വിറ്റിരുന്നത് എന്നാണ് പറയുന്നത്. ഏറെ നാളായിട്ട് ഇയാൾ ഇത്തരത്തിൽ ഇടപാട് നടത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഏതായാലും അയാളെ പിടികൂടാൻ ഇപ്പോൾ എക്സൈസിന് കഴിഞ്ഞിരിക്കുന്നു. ഇത് 10 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്നൊരു കുറ്റമാണ് എന്നുള്ളതും എക്സൈസ് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു മയക്കുമരുന്ന് വേട്ട തടയാൻ എക്സൈസിനായിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരും എന്നുള്ളത് തന്നെയാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത്. മനു, ശരി. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകി. ഏതായാലും വലിയ തോതിൽ മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുന്നു. ആലുവയിൽ KSRTC സ്റ്റാൻഡിന് സമീപത്ത് ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു.